കുറച്ച് നാളുകൾക്ക് മുൻപ് നമ്മുടെ നാടിന് നാണക്കേടുണ്ടാക്കിയ ഒരു സംഭവം ഉണ്ടായിരുന്നു. മാലിന്യങ്ങൾ തമിഴ്നാട്ടിൽ കൊണ്ടുപോയി തള്ളിയതുമായി ബന്ധപ്പെട്ട് സമാനമായ രീതിയിൽ മറ്റൊരു വിവരം അതേ രീതിയിൽ തന്നെ പുറത്തു വരികയാണ്. കേരളത്തിൽ നിന്ന് ഹോട്ടൽ മാലിന്യങ്ങളുമായി കന്യാകുമാരിയിലേക്ക് പോയവരെ പോലീസ് പിടികൂടിയിരിക്കുന്നു. അതായത് കഴിഞ്ഞ ദിവസം നമ്മൾ വന്ന ആ വാർത്ത ആശുപത്രി മാലിന്യങ്ങളായിരുന്നെങ്കിൽ ഇത് ഹോട്ടൽ മാലിന്യമാണ്. അതിന് വ്യത്യാസം മാത്രമേ ഉള്ളൂ. തിരുവനന്തപുരം സ്വദേശി ഉൾപ്പെടെ 9 പേരാണ് പിടിയിലായിരിക്കുന്നത്. ഭക്ഷണ മാലിന്യങ്ങളുമായി എത്തിയ 5 വാഹനങ്ങൾ തമിഴ്നാട് പോലീസ് പിടികൂടുകയും ചെയ്തിട്ടുണ്ട്. ജിബിൻ ജെബി വിവരങ്ങൾ നൽകാനായിട്ടുണ്ട്. ജിബിൻ, തീർത്തും നാണക്കേട് ഉണ്ടാക്കുന്ന ഒരു വാർത്തയാണ് ആശുപത്രി മാലിന്യം, ഹോട്ടൽ മാലിന്യം. നമുക്ക് മാലിന്യങ്ങൾ തള്ളാനുള്ളൊരിടമായി അയൽനാടിനെ കാണുന്ന സംസ്കാരം തന്നെ അത്യന്തം മോശപ്പെട്ടതാണ്. ഇപ്പോൾ എങ്ങനെയാണ് പിടിയിലാകുന്നത്? എവിടെ നിന്നുള്ള മാലിന്യമാണ്? ലഭ്യമാകുന്ന വിവരങ്ങൾ. അക്ഷയ, ഈ കേരളത്തിൽ നിന്ന് സംസ്ഥാന അതിർത്തി കടത്തി തമിഴ്നാട് കന്യാകുമാരി ജില്ലയിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിച്ച 5 ലോറി നിറയെയുള്ള ഭക്ഷണ മാലിന്യങ്ങളാണ് ഇപ്പോൾ തമിഴ്നാട് കന്യാകുമാരി പോലീസ് പിടികൂടിയിരിക്കുന്നത്. ഇവർ ചെയ്തത് എന്ന് പറയുന്നത് പ്രധാന പാതയിൽ കൂടി പോയി കഴിഞ്ഞാൽ പോലീസ് പിടികൂടുമെന്ന് പറഞ്ഞുകൊണ്ട് ഈ വെള്ളറട പനച്ചമൂട് ഭാഗങ്ങളിൽ കൂടി പോലീസ് ചെക്ക് പോസ്റ്റ് ഇല്ലാത്ത പ്രദേശത്തോടു കൂടിയാണ് കന്യാകുമാരിയിലേക്ക് ഇവർ കടക്കാൻ ശ്രമിച്ചത്. ഇതറിഞ്ഞുകൊണ്ടെത്തിയ കന്യാകുമാരി പോലീസിന്റെ പ്രത്യേക സംഘമാണ് ഈ 5 വാഹനങ്ങളെ പിടികൂടിയിരിക്കുന്നത്. ഈ 5 വാഹനങ്ങളുടെ ഡ്രൈവർമാരും അതുപോലെ സഹായികളും ഉൾപ്പെടെ 9 പേരാണ് ഇപ്പോൾ തമിഴ്നാട് പോലീസിന്റെ കസ്റ്റഡിയിലുള്ളത്. ഇവരെല്ലാവരും തന്നെ ഈ 9 പേരെയും പോലീസ് ഇപ്പോൾ പ്രതി ചേർത്തിട്ടുണ്ട്. നേരത്തെ പൂജ പറഞ്ഞതുപോലെ തന്നെ കേരളത്തിന്, പ്രത്യേകിച്ച് നമ്മുടെ സംസ്ഥാനത്തിന് ഏറ്റവും അധികം നാണക്കേടുണ്ടാക്കുന്ന ഒരു സംഭവമാണ് ഏകദേശം 3 ആഴ്ചയ്ക്ക് മുൻപുണ്ടായത്. തിരുവനന്തപുരത്ത് നിന്നുള്ള ആശുപത്രി മാലിന്യങ്ങളാണ് തിരുനെൽവേലിയിലെ ഗ്രാമങ്ങളിൽ കൊണ്ട് തള്ളിയിരുന്നത്. ഇത് അവിടുത്തെ പോലീസ് സർക്കാരും ഇടപെട്ടുകൊണ്ട് കേരളത്തിൽ നിന്നുള്ള സംഘത്തെ ഉപയോഗിച്ച് തന്നെ പൂർണ്ണമായി നീക്കുകയും ആ ഒരു നാട് എങ്ങനെയാണോ ഇവിടെ നിന്നുള്ള മാലിന്യങ്ങൾ അവിടെ കൊണ്ടിട്ട് അതുപോലെ തന്നെ അവിടെ നിന്ന് പൂർണ്ണമായി നീക്കുന്ന ഒരവസ്ഥയുണ്ടായിരുന്നു. നമ്മുടെ സംസ്ഥാനത്ത് തന്നെ ഏറ്റവും നാണക്കേടുണ്ടാക്കുന്ന ഒരു കാര്യമായിരുന്നു. സമാന രീതിയിൽ തന്നെയാണ് ഇപ്പോൾ 5 ലോറി നിറയെ ഭക്ഷണ ഹോട്ടലുകളിൽ നിന്നുള്ള ഭക്ഷണ മാലിന്യങ്ങൾ കളക്ട് ചെയ്തുകൊണ്ട് ഈ തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിച്ചതും ഈ പോലീസ് പിടികൂടിയിരിക്കുന്നത്. ഇത് കഴിഞ്ഞ കുറച്ച് നാളുകളെ നടന്നു വരുന്ന ഒരു സംഭവമാണ് എന്നാണ് തമിഴ്നാട് പോലീസ് പറയുന്നത്. കാരണം ഈ തിരുവനന്തപുരം ജില്ലയിലും തിരുവനന്തപുരത്തെ അതിർത്തി ജില്ലകളിൽ നിന്നൊക്കെയുള്ള ഹോട്ടലുകളിൽ നിന്ന് ശേഖരിക്കുന്ന ഈ ഭക്ഷണ മാലിന്യങ്ങൾ, അവിടെ നിന്ന് ഹോട്ടൽ ജീവനക്കാർക്ക് ഹോട്ടലുകൾക്ക് പൈസ നൽകിയതിന് ശേഷം ഹോട്ടലുകാരുടെ നിന്ന് ഈ മാലിന്യങ്ങൾ ശേഖരിക്കുന്നതിന് പൈസ വാങ്ങിയതിനു ശേഷം ഇവർ ഇത് ഹോട്ടലുകാരെ അറിയുന്നില്ല. കന്യാകുമാരിയിൽ എവിടെ കൊണ്ടുപോയാണ് ഈ മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നത്? ഇവര് മാലിന്യവുമായി പോകുന്ന വഴിയിലാണ് പിടിയിലാകുന്നത്. എങ്ങനെയാണ് പിടിക്കപ്പെടുന്നത്? അക്ഷയ, ഇവർ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഈ സംസ്ഥാനം നമുക്ക് പ്രധാനമായിട്ട് കേരള സംസ്ഥാന അതിർത്തിയെ കേരളത്തിൽ തിരുവനന്തപുരത്ത് നിന്ന് ഈ തമിഴ്നാട്ടിലേക്ക് കടക്കണമെന്നുണ്ടെങ്കിൽ അതിർത്തി ഗ്രാമങ്ങളായ ഈ പനച്ചമൂട് ഉൾപ്പെടെയുള്ള പനച്ചമൂട് വെള്ളറട പ്രദേശങ്ങൾ കടന്നു വേണ്ടി പോകണം. പക്ഷേ ഈ പ്രധാന റോഡുകളിലൊക്കെ തന്നെ ചെക്ക് പോസ്റ്റ് ഉണ്ട്. പ്രത്യേകിച്ച് വെള്ളറടയിലായിരുന്നാലും പനച്ചമൂടൊക്കെ ആയാലും പ്രധാന റോഡുകളിൽ ചെക്ക് പോസ്റ്റ് ഉണ്ട്. അവിടെ കേരള പോലീസിൻ്റെ തമിഴ്നാട് പോലീസിൻ്റെ നിരീക്ഷണം ഒക്കെ തന്നെയുണ്ട്. പക്ഷേ ഇത് വെട്ടിച്ചുകൊണ്ട് ഇട റോഡുകളിൽ കൂടിയാണ് ഇവർ ഈ സംസ്ഥാന അതിർത്തി കടക്കാൻ ശ്രമിച്ചത്. പക്ഷേ ഇവർ ഇത്തരത്തിൽ ഈ 5 ലോറികൾ നിറയെ മാലിന്യം കൊണ്ടുവരുന്നു എന്നുള്ളൊരു രഹസ്യ വിവരം തമിഴ്നാട് പോലീസിനെ ലഭിച്ചിരുന്നു. തുടർന്ന് ഈ വിവരം അറിഞ്ഞ തമിഴ്നാട് പോലീസാണ്, കന്യാകുമാരി പോലീസാണ് അവരുടെ ഒരു പ്രത്യേക സംഘത്തെ തന്നെ നിയോഗിച്ചുകൊണ്ട് ഇങ്ങോട്ടേക്ക് ഈ വാഹനങ്ങൾ കടന്നു വരുന്ന ഈ ഇട റോഡിലേക്ക് അയക്കുന്നതും ഈ 5 വാഹനങ്ങളെയും പിടികൂടുകയും ചെയ്തത്. ഈ വാഹനങ്ങളുണ്ടായിരുന്ന ഡ്രൈവർ ഉൾപ്പെടെയുള്ളവർ രക്ഷപ്പെടാൻ ശ്രമിച്ചു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇത് ഇന്നലെ രാത്രിയോടുകൂടി ഉണ്ടായ സംഭവമാണ്. പക്ഷേ ഈ വാഹനത്തിലുണ്ടായിരുന്ന 5 ഡ്രൈവർമാരെയും അതുപോലെ ഇതിന്റെ സഹായികളെ ഒക്കെ തന്നെ പോലീസ് തമിഴ്നാട് പോലീസിന്റെ കസ്റ്റഡിയിലാണോ 9 പേരുള്ളത്? കേരള പോലീസ് കേസ് എടുത്തിട്ടുണ്ടോ? നിലവിൽ ഇത് കേരള പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടില്ല. കാരണം ഇവരെ സംസ്ഥാന അതിർത്തി കടക്കാൻ ശ്രമിക്കുന്നതിനിടെ തമിഴ്നാട് പോലീസാണ്, അത് കന്യാകുമാരി പോലീസിന്റെ സ്പെഷ്യൽ സംഘമാണ് ഈ 9 പേരെയും കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. ഇതിന് അവർക്ക് കൂടുതൽ അന്വേഷിക്കേണ്ടതുണ്ട്. കാരണം നേരത്തെ ഈ ആശുപത്രി മാലിന്യങ്ങളൊക്കെ തിരുനെൽവേലിയിലുള്ള ഗ്രാമങ്ങളിലാണ് കൊണ്ട് തള്ളിയിരുന്നെങ്കിൽ ഇവർ എങ്ങോട്ടേക്കാണ് ഈ മാലിന്യങ്ങൾ കൊണ്ടുപോകുന്നതെന്നുള്ള ഒരു കാര്യമൊക്കെ പോലീസിന് വിശദമായി അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. തീർച്ചയായും ജിബിൻ, കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുൻപ് തിരുനെൽവേലിയിലാണ് ആശുപത്രി മാലിന്യം കൊണ്ടുപോയി തള്ളിയത്. വീണ്ടും ചർച്ചയാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ല. കാരണം ദേശീയ ഹരിത ട്രൈബ്യൂണൽ പോലും ഇടപെട്ടിട്ടുണ്ടായിരുന്നു. അന്തർ സംസ്ഥാന തർക്കമാക്കി മാറ്റരുത് ഈ വിഷയത്തെ. തമിഴ്നാട്ടിൽ വലിയ രീതിയിൽ രാഷ്ട്രീയ ചർച്ച പോലുമായിരുന്നു മുൻപ് നടന്ന സംഭവം. ജിബിൻ റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് കന്യാകുമാരിയിലേക്ക് ആദ്യമായിട്ടല്ല, ഇതൊരു സ്ഥിരം പരിപാടിയാണ്. ഇടവഴികളിലൂടെ ഈ തരത്തിൽ ചെക്ക് പോസ്റ്റുകളൊക്കെ മറികടന്നുകൊണ്ട് മാലിന്യം കൊണ്ട് നിക്ഷേപിക്കുന്നത്. അതിനിടയിൽ രഹസ്യവിവരം ലഭിച്ചതിനെ തുടർന്നാണ് പിടികൂടിയത്. അപ്പോൾ അവിടെ ഇനി എത്ര മാലിന്യം നിക്ഷേപിച്ചിട്ടുണ്ട്, എവിടെയാണ് കൊണ്ട് നിക്ഷേപിക്കുന്നത്, ഒരുപാട് കാര്യങ്ങൾ ഒരു പക്ഷേ ഇനിയും വീടിന്റെ പറമ്പിലേക്ക് പോലും മാലിന്യം ഇടാൻ പാടില്ല എന്ന് പലപ്പോഴും പറയുന്ന മലയാളികൾക്കിടയിൽ നിന്നാണ് ഇങ്ങനെയുള്ള ഓരോ സംഭവങ്ങൾ ഉണ്ടാകുന്നത് എന്നുള്ളത് നമ്മുടെ കേരളത്തിനാകെ നാണക്കേട് കൂടിയാണ്.